സർദാർ പട്ടേലിൻ്റെ 150-ാം ജന്മവാർഷികമായിരുന്നു. വളരെ ആർഭാടപൂർവ്വം BJP അത് കൊണ്ടാടി. കോൺഗ്രസ് സർദാർ വല്ലഭായ് പട്ടേലിനെ മറന്നോ ഓർമ്മിപ്പിക്കുന്നുണ്ട്? സർദാർ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസ്സിന് ഒരിക്കലും മറക്കാനൊക്കില്ല. കോൺഗ്രസ്സിനെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്കും മറക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ എന്നുള്ള ആ ഒരു ദേശീയത, ഒറ്റ രാജ്യം എന്നുള്ള നിലയിൽ 635ഓളം നാട്ടുരാജ്യങ്ങളെ കാര്യങ്ങൾ പറഞ്ഞും അല്പസ്വല്പം പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തി എന്ന് വേണമെങ്കിലും പറയാം. അല്പം ബലപ്രയോഗത്തിലൂടെയൊക്കെ ഒരു നല്ല ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇന്ത്യ എന്നുള്ള ഒരു ദേശീയ രാജ്യം കൊണ്ടുവന്നതിൻ്റെ 90% ക്രെഡിറ്റും പട്ടേലിന് തന്നെ കൊടുക്കാം, ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഉരുക്കു മനുഷ്യൻ എന്ന് പേരിട്ടതാരാ? BJP-കാരാണ്. BJP എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായത് തന്നെ എന്നാണ് 1980 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഉണ്ടായത്. 1950 പട്ടേൽ മരണപ്പെട്ടുപോയി. അപ്പോൾ പട്ടേലും BJP-ആയിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവും ഇല്ല. സ്വന്തം നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളെ പേരിന് പോലും എടുത്ത് കാണിക്കാൻ കിട്ടാത്തത് കൊണ്ട് ആ അഡ്രസ്സുള്ള, പറഞ്ഞാൽ കുറേ പേർക്കെങ്കിലും മതിപ്പുണ്ടാകുന്ന ഒരാളെ ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കാൻ വേണ്ടി കാണിക്കുന്ന പണികളാണ്. ഇപ്പോൾ ഈ പട്ടേൽ ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു, നെഹ്റു അതിനെ എതിർത്തു എന്നൊക്കെ പറയുന്നത്, പട്ടേലിനൊന്ന് കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാനുള്ള ഒരു അനുവാദം കൊടുത്താൽ ഈ പറഞ്ഞ ആളുടെ കഴുത്തിന് പട്ടേൽ വന്ന് പിടിക്കും. വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കും. പട്ടേലും നെഹ്റുവും തമ്മിൽ ആശയപരമായ വ്യത്യാസമുണ്ട്. അത് പട്ടേലും നെഹ്റുവും തമ്മിലല്ല, നെഹ്റുവും ഗാന്ധിയും തമ്മിലുണ്ട്. രണ്ടുപേരും ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ടെന്നുണ്ടെങ്കിൽ, 2 മക്കളുണ്ടെങ്കിൽ 2 പേർക്കും ഒരേ സ്വഭാവമാകും. അതുകൊണ്ട് എൻ്റെ മോനല്ല എന്ന് പറയാൻ പറ്റുമോ? അത് ചില വ്യക്തികളിൽ വരുന്ന വ്യക്തിപരമായ ചെറിയ ആശയപരമല്ല. ഇപ്പം ചില കാര്യങ്ങളിൽ തന്നെ സമീപിക്കുന്ന സമീപനത്തിന് തന്നെ വ്യത്യാസം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പട്ടേലിൻ്റെ ജന്മദിനം ഇപ്പോൾ ശ്രീ ഗോപൻ പറഞ്ഞു ആഘോഷപൂർവ്വം അവർ ആചരിച്ചു എന്ന്. എന്നോട്ടായി പട്ടേലിന് ഓർമ്മ വന്നത്? ഈ നമ്മുടെ നാട്ടിൽ ചിലർ അതിദരിദ്രരായി കിടന്നിട്ട് ആരും പരിഗണിക്കാത്ത ഒരുത്തിന് ലോട്ടറി അടിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബന്ധുക്കളുടെ ഒരു വലിയ ഒരു ഇടിച്ചുകയറ്റമായിരിക്കും ഇല്ലേ? അതേപോലെ പട്ടേലിനെ ഒന്നെടുത്താൽ ഇപ്പോൾ നമ്മൾക്കും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെയാണ് പട്ടേലിനെ ഇവർ കൊണ്ടുവരുന്നത്. പട്ടേൽ RSSനെ നിരോധിച്ച ആളാണ്. ഗാന്ധിവധം ഉണ്ടായതിൻ്റെ തൊട്ടുപുറകിന് ജനുവരി 30-നാണ് ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത്. ആ ഗാന്ധിയെ വെടിവെച്ച് വന്ന വ്യക്തി ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എന്താ? അത് ചരിത്ര രേഖകളിലാണോ അല്ലയോ എന്നുള്ളതിനൊക്കെ കൃത്യമായ കണക്കുകളുള്ളതല്ലേ. അപ്പം ഞങ്ങളുടെ ആളാണ് എന്നുള്ള ആളിനെ തള്ളി പറയുകയും, കാരണം അത് അവിടെ ഇമേജ് പോവും. രാഷ്ട്രപിതാവിൻ്റെ ഘാതകനുമായി ബന്ധപ്പെട്ട് അയലത്തൂടെങ്കിലും പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പോകും. പട്ടേലിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായത് കൊണ്ടാണ്. പട്ടേലിനെ തഴഞ്ഞു എന്നൊക്കെയല്ലേ ഇപ്പം പറഞ്ഞു വരുന്നത്. പട്ടേൽ നെഹ്റു കഴിഞ്ഞാൽ നമ്പർ 2 ആയിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരം ഒരു വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ 2 ആണ്. അതെ, സെക്കൻഡ് ആൻഡ് ചീഫ് കമാൻഡ് ഇൻ ഇന്ത്യ ആണ്. ആ പദവികളൊക്കെ കൊടുത്ത് ആചരിച്ചതാണ്. പിന്നെ പലപ്പോഴും ഇവർ പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും പട്ടേലിൻ്റെ ജന്മദിനവും ഒരേ ദിവസമായി. സ്വാഭാവികമായും ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് കുറച്ചുകൂടെ ഒരു പ്രാധാന്യം വരും. അതേ ദിവസം തന്നെ അദ്ദേഹത്തിനും അംഗീകാരം ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളിത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പ്രാധാന്യം കിട്ടുന്നതായി. ഇനി അതെല്ലാം പോട്ടെ, മാധ്യമക്കാരാണെങ്കിൽ തന്നെ ഈ 2 ചിത്രവും കൂടെ കൊടുത്താൽ ഒരെണ്ണേ കൊടുക്കാൻ പറ്റുള്ളെങ്കിൽ ആളത് കൊടുക്കും. സ്വാഭാവികമല്ലേ? ആ രീതിയിൽ ഇപ്പം അതും പോകട്ടെ, നമ്മളൊക്കെ പുരാണത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഉണ്ട്. ലക്ഷ്മണനെ എത്ര പേർക്കറിയാം? അവർ പോകുന്നതും വരുന്നതും എല്ലാം ഒന്നിച്ചായിരുന്നു.
അപ്പം ചില കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ശരിയായിരിക്കാം. ചിലർക്ക് പ്രാധാന്യം കിട്ടും, ചിലർക്ക് അത്രയും പ്രാധാന്യം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവരെ തഴഞ്ഞു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിയായിരിക്കാം, അത് താങ്കളുടെ വാദമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്വതന്ത്ര ഭാരതത്തിൽ കാശ്മീരിനെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചും സമ്പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് നെഹ്റു എതിരായിരുന്നു എന്നുള്ള വാദമാണ് താങ്കൾ പറഞ്ഞതും. സർദാർ വല്ലഭായ് പട്ടേൽ അതിനെ യോജിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്ന വ്യക്തിയാണ് എന്ന് ഒരു നെറേറ്റീവ് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം നമുക്കറിയാം. ഈ അങ്ങനെയുള്ള സാധനങ്ങളിൽ പിടിച്ചാൽ മാത്രമേ ഈ വണ്ടി ഓടൂ, അങ്ങനെ തോന്നുന്നുകൊണ്ടാണോ, അതോ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ വലിയ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് നേതാക്കളുണ്ട്. കാരണം അവരാണ് ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നത്. അതിനുശേഷം പക്ഷേ ഈ കോൺഗ്രസ് പിരിച്ചുവിട്ടുവെങ്കിലും ആ കോൺഗ്രസിൻ്റെ ബാക്കി ഘടകങ്ങൾ തന്നെയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. പറയാനൊരു നേതാവില്ല എന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് കടമെടുക്കുന്ന നേതാക്കളെ ഉപയോഗിക്കുന്നത്? അതുകൊണ്ടാണോ? തീർച്ചയായും. ഒരാളെ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളിനെ അല്ലേ ഉയർത്തി. സവർക്കർ ഇതുപോലെ പലപ്പോഴും ഈ സ്വാതന്ത്ര്യ സമരത്തിനായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇടം പിടിച്ചിട്ടുള്ള നേതാവാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ ഏതുപോലെയാണ് എന്ന് പറഞ്ഞാൽ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അക്രമ സ്വഭാവത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനെ പിന്നെ വകുപ്പ് വേറെയാണ്. അപ്പം ആ രീതിയിൽ അങ്ങോട്ട് പോകും. ഇപ്പം തന്നെ നമ്മുടെ വലിയ പണിമുടക്കങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും അതിനിടയിലൂടെ പോയി തീ വെച്ച ആളിനെ പ്രത്യേകം പരിഗണിക്കും. അപ്പോൾ ലക്ഷ്യം വേറെയാണ്, സ്വാതന്ത്ര്യം ഒന്നും ആയിരിക്കില്ല, വേറെ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണും. അപ്പോൾ എന്തായാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും എത്രയോ പ്രാവശ്യം മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വെറുതെ പറയുന്നതല്ലല്ലോ. അതിൻ്റെ എല്ലാം ആർക്കൈവ്സ് ഉണ്ടല്ലോ. ഈ RSS എന്ന് പറയപ്പെടുന്ന സംഘടന 100 വർഷം പൂർത്തിയാക്കിയ ഒരു സംഘടനയാണ്. അതെ, 1925 സംഘടന. അതെ. ആ സംഘടന ഈ സ്വാതന്ത്ര്യ സമരമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി തീർത്തും ബന്ധമില്ല എന്നുള്ളതല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, അതിനനുസരിച്ചൊന്നും ചെയ്തിട്ടുള്ളവരല്ല. ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ, ചില സമരങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചില വേറെ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറി അവരുടെ ലക്ഷ്യം വേറെയാണ്. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാകാം. അതല്ലാതെ മഹാത്മാഗാന്ധിയുടെ അടിയുറച്ച അഹിംസാ സിദ്ധാന്തത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ നിർത്തി പോയിട്ടുള്ള ഒരാളും RSSനകത്തില്ല. പോയിട്ടുള്ളവർ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാപ്പെഴുതി കൊടുത്ത് രാജ്യത്തിനെയും സ്വാതന്ത്ര്യ സമരത്തിനെയും ഒക്കെ അപമാനിക്കുകയും ചെയ്ത സംഭവം മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവരെ സ്വന്തം ആളായി? നമുക്കറിയാമല്ലോ, ഇവർ തുടക്കകാലത്ത് 2014 മുതലാണ് ഇവർ ഈ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചിത്രം മനസ്സിൽ സൂക്ഷിക്കുന്നതും BJPയുടെ ആളാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടത്തുന്നതും. അങ്ങനെ ഏകദേശം 3000 അടി ഉയരമുള്ള ഈ വലിയ ഒരു പ്രതിമയൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് തോന്നിയില്ലല്ലോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അല്ലല്ലോ. മഹാത്മാഗാന്ധിയുടെ അത്രയും ഉയരത്തിലും 3000 കോടി രൂപയുമുള്ള ഏതെങ്കിലും ഒരു പ്രതിമ ഇന്ത്യ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു ശൈലിയേ അല്ല. അതായത് ഈ വിഗ്രഹാരാധന പോലെയുള്ള അത് നെഹ്റുവിൻ്റെതുണ്ടോ? പല പദ്ധതികൾക്കും അവർ മരിച്ചതിന് ശേഷം അവരുടെ പേരിടുന്നു എന്നുള്ളതല്ലാതെ അവരുടെ പേരിലൊന്നും ഇത്രയും വലിയ പ്രതിമകളില്ല. അപ്പോൾ പട്ടേലിന് ഇത്രയും 3000 കോടി രൂപയാണ് അതിനുവേണ്ടി ചിലവാക്കിയത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണെന്നും പറയുന്നു. അപ്പോൾ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ പട്ടേലിനോട് അദമ്യമായ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ആളായിരുന്നെങ്കിൽ 6 കൊല്ലം വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ. അന്ന് ഈ പട്ടേലിൻ്റെ ജന്മദിനം നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പട്ടേലിൻ്റെ ജന്മദിനം നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൻ്റെ അന്ന് തന്നെ പട്ടേലിൻ്റെ ജന്മദിനമാണ് എന്നും കൂടി വരും. ഇപ്പം അതിൻ്റെ കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജന്മദിനവും ഒക്ടോബർ 31-നാണ്. അപ്പം അത് സ്വാഭാവികം, ആ ഒരു ദിവസത്തിൽ ഒരാളുടെ ജന്മദിനവും കൂടി ആയതുകൊണ്ടാണ്. അല്ലാതെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരുടെയും ജന്മദിനം ഒന്നും അങ്ങനെ ആചരിക്കുന്ന പതിവ് കോൺഗ്രസ്സിൽ ഇല്ലല്ലോ. ഇപ്പം ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, പിന്നെ അങ്ങനെയൊക്കെയുള്ള മഹാത്മാഗാന്ധി, അങ്ങനെയൊക്കെയുള്ള ദേശീയ വൻ നേതാക്കന്മാരുടേതല്ലാതെ
വേറെ ആരുടെ എല്ലാം ഉണ്ട്, അതൊക്കെ ആചരിക്കും. പക്ഷെ മറ്റേതുപോലെയുള്ള പ്രാധാന്യം കിട്ടില്ല. ഇല്ല, സത്യത്തിൽ ഈ സർദാർ പട്ടേൽ കോൺഗ്രസ്സുകാരനായിരുന്നു. 101%. പട്ടേലാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ ഈ പറഞ്ഞതുപോലെ ഒന്നിപ്പിച്ച് നിർത്താൻ, രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് പോലെ കോൺഗ്രസ്സുകാരെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിനും ഒക്കെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തി തന്നെയാണ് സർദാർ വല്ലഭായ് എന്നാൽ പട്ടേൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ BJP എന്ന് പറയുന്നത് എപ്പോഴും കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള സ്ലോഗനാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അതുമായിട്ട് മുമ്പോട്ട് വരുന്നവരാണ് നിങ്ങളുടെ ഈ കോൺഗ്രസ്സുകാരനെ 3000 കോടി രൂപ മുടക്കി വലിയ പ്രതിമയൊക്കെ സ്ഥാപിച്ചു കൊണ്ടുവന്നത്. അതിലൊരു വിരോധാഭാസമല്ലേ? പട്ടേലിന്റെ പട്ടേലിന്റെ പ്രതിമ 3000 കോടി രൂപയ്ക്ക് നിർമ്മിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. ആ കോൺഗ്രസ്സുകാരനെ ഇപ്പോൾ ഉയർത്തി കാട്ടുന്നത് BJP ആണ് എന്നുള്ളതാണ്. അല്ല, ഒരു ഈ പറഞ്ഞതുപോലെ മരണപ്പെട്ടു പോയ ഒരാളിനെ അന്നൊന്നും അംഗീകരിക്കാതെ അവരുടെ ആളൊന്നും അല്ലാതിരുന്ന ഒരാളിനെ ഭരണവും കിട്ടി കുറേ പണവും കിട്ടുമ്പോൾ ഒരു പ്രതിമ വെച്ചിട്ട് ഞങ്ങളുടെ ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ചരിത്രം എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ലേ? ആ ചരിത്രത്തിൽ എവിടെയെങ്കിലും സർദാർ വല്ലഭായ് പട്ടേൽ BJPയോ അല്ലെങ്കിൽ BJPയുടെ മുമ്പുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയോ ജനസംഘമോ അതിലെവിടെയെങ്കിലും മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ആളാണ്? ഒന്നുമല്ലല്ലോ. അപ്പോൾ ഒരാളിനെ ഈ കടമെടുക്കുക, സ്വന്തമായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട്. ഇപ്പം ചിലർ നമ്മുടെ ഈ നല്ല കളിക്കാർ ഇന്ത്യക്ക് ഇല്ലെങ്കിൽ നമ്മൾ വിദേശത്തു നിന്ന് പോയി ഒരു കളിക്കാരനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിപ്പിക്കും. അവൻ ഇന്ത്യക്കാരനാണോ? അല്ല, കളിക്കാൻ വേണ്ടി ക്ലബിന് വേണ്ടി വരുന്ന. അപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരനെ BJP-കാരനാക്കുന്നതിൽ BJPക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങനെ BJP-കാരനാക്കി കൊണ്ട് നടക്കാം, സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറയാം. നാളെ ചിലപ്പോൾ BJPയുടെ സ്ഥാപക നേതാവ് വരെ ചിലപ്പോൾ ആയേക്കാം എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ശ്രമിക്കും, പക്ഷെ വിജയിക്കില്ല. അല്ല, ഇത്രയും ഗതികെട്ട പാർട്ടിയായിട്ട് മാറുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? താങ്കൾ ഈ പറഞ്ഞ പോലെ 1980-കളിൽ രൂപം കൊണ്ട BJP എന്ന് പറയപ്പെടുന്ന പാർട്ടി ആ സമയത്ത് രൂപീകൃതമായിട്ടുള്ളതാണെങ്കിൽ കൂടിയും അതിൻ്റെതായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാകുമല്ലോ ഇങ്ങനെ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉണ്ടാക്കിയെടുത്തത്. അവർ മാത്രം പോരെ, അവർ അന്നാണ് വന്നത് എന്ന് പറഞ്ഞ് തുടങ്ങിയ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത്? അല്ല, അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിലെ വ്യക്തികളെ അല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിലുള്ള ആ നേതാക്കന്മാരെ ഇവരെന്തിനാണ് കൂട്ടുപിടിക്കുന്നത്? ഈ പറഞ്ഞാൽ കേട്ടാൽ ശരിയാണ് അല്ലെങ്കിൽ മഹാനായിരുന്നു എന്ന് തോന്നാത്ത ഒരാളിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്താൽ വല്ല പ്രയോജനമുണ്ടോ? 10 പേരറിയുന്ന ഒരാളിൻ്റെ, ഇപ്പോൾ എല്ലായിടത്തും നമുക്കറിയാം. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് തന്നെയാണെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ വരുത്തുമ്പോൾ പത്മശ്രീ മോഹൻലാലിനെ വിളിക്കുന്ന എന്താ? അവിടുത്തെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു നടനെ വിളിച്ചാലും പോരെ. അപ്പം ആ പ്രാധാന്യമുള്ള ഒരാളിനെ വിളിച്ചാലേ വാർത്താ പ്രാധാന്യം കിട്ടും, ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ആകെ കൂടി ആരുമില്ല. എന്നാൽ പിന്നെ പട്ടേലിനെ എടുത്ത് ഇതിനകത്തൊരു പട്ടേലിനെ കോൺഗ്രസ് തള്ളിയതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ BJP എടുക്കുന്നത്. അതെങ്ങനെ കോൺഗ്രസ് എങ്ങനെ തള്ളും? കോൺഗ്രസ് തള്ളിയെന്നുണ്ടെങ്കിൽ നമ്പർ 2 ആക്കൂ. എന്നാൽ പിന്നെ ഇവരിപ്പോൾ ഇത്രയും ആചരിക്കുമ്പോൾ 150 വർഷമൊക്കെ ഇങ്ങനെ ആചരിക്കുന്നു, അവർ സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു. നെഹ്റു ഇങ്ങനെ അതായത് കാശ്മീർ വിഷയത്തിൽ നെഹ്റുവിന് എതിർപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. സർദാർ പട്ടേൽ പക്ഷേ അത് എതിർത്തിരുന്നില്ല, സമ്പൂർണ്ണമായിട്ടും യോജിപ്പിക്കാൻ ശ്രമിച്ചതാണെന്നൊക്കെയുള്ള അവകാശവാദം ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിനൊന്നും ഒരു മറുപടി പോലും പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അല്ല, ചില വിഷയങ്ങളിൽ മറുപടി പറയാം. മൗനം വിദ്വാൻ ഭൂഷണം എന്ന് പറയുന്ന പോലെ ചില വിഷയങ്ങളിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരുടെ ലക്ഷ്യം ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതീ കയറി പിടിച്ച് പട്ടേലും നെഹ്റുവും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ചില ചൂണ്ടയിൽ ചില മീനുകൾ ബുദ്ധിപൂർവ്വം കയറത്തില്ല, അതിൻ്റെ പരിസരത്തൊക്കെ വന്ന് നിൽക്കത്തതേ ഉള്ളൂ. ബുദ്ധി ഇല്ലാത്തവരാണ് പലപ്പോഴും ഈ ചൂണ്ടയ്ക്കകത്ത് എന്ന് കയറി കൊടുക്കുന്നത്. അതുകൊണ്ട് ആ പരിപ്പ് വേവാൻ കോൺഗ്രസ് സമ്മതിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആവശ്യവുമില്ല എന്നുള്ളതാണ്. ഇത് ഈ ഒരു ഒക്ടോബർ 31, നവംബർ 1, 2 ഈ 3 ദിവസത്തേക്ക് ഒരു വർഷത്തിൽ ഈ ഇത്തരം ചിന്താഗതികൾക്ക് സ്ഥാനമുള്ളൂ. ബാക്കി 362 ദിവസവും ഇത് വേവത്തില്ല. അപ്പം ഈ ഒരു 2 ദിവസത്തേക്ക് ഈ കോൺഗ്രസിനകത്തും എന്തെങ്കിലും ചിന്താക്കുഴപ്പം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ്. പട്ടേൽ ഉരുക്ക് മനുഷ്യൻ മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഉരുക്ക് നേതാവും കൂടിയാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.